ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ് നേരിടുന്ന ചില പ്രഷർ, അത് അമേരിക്കൻ സൈഡിൽ നിന്നൊരു പ്രഷറുണ്ട്, അപ്പോൾ അതേപോലെ യൂറോപ്യൻ സൈഡിൽ നിന്നൊരു പ്രഷറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യക്കുള്ളിൽ തന്നെ ഈ ഓയിൽ കമ്പനികളും ഇന്ത്യക്കുള്ളിൽ തന്നെ ഓയിൽ കമ്പനികളുടെ സൈഡിൽ നിന്നുള്ള പ്രഷറുമുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി നമ്മൾ അത് കഴിഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സീക്രട്ട് ലെറ്റർ, അതായത് പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷഹബാസ് ഷെരീഫ് അവരുടെ തന്നെ ISIക്ക് എഴുതിയൊരു കത്ത്, അതിലൂടെ കുറച്ച് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഈ അഫ്ഗാനിസ്ഥാൻ കുനർ എന്ന് പറഞ്ഞ ആ ഒരു റിവറിൻ്റെ ആ വെള്ളം പാകിസ്ഥാന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഡാം പണിയാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ സൈഡിൽ നിന്നും സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളം തരില്ല എന്നുള്ള നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്നും ഇതേപോലത്തെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമേ റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് മുന്നോട്ട് പോകാം. പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്, പക്ഷേ ഫാക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത് റിലയൻസ് ഗവൺമെന്റുമായിട്ട് ഒരു നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാങ്ഷൻസ്, അതായത് റഷ്യൻ ഓയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ റോസ്നെഫ്റ്റ് അതേപോലെ ലൂക്ക് ഓയിൽ എന്ന് പറഞ്ഞ 2 കമ്പനികളിൽ നിന്നുള്ള എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ മിനിമം 1 മില്യൻ്റെ പെനാൽറ്റി ആ കമ്പനികളുടെ മേളിൽ അടിച്ചേൽപ്പിക്കും എന്നുള്ളതാണ് പുതിയ നിയമം. അപ്പോൾ ഈ നിയമം ഇങ്ങനെ നിലവിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ റിലയൻസിന് കുറച്ച് ഹെസിറ്റേഷൻ, ചില വിയോജിപ്പുകൾ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം അവരൊരു കോർപ്പറേറ്റ് ആണ്, അപ്പോൾ അവർക്ക് ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് ആണെങ്കിൽ റിലയൻസിൻ്റെ അടുത്ത് നിങ്ങൾ വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കരുത് എന്നുള്ള ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇതിന് മുന്നേ അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള പ്രഷർ വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ തന്നെയും ഇന്ത്യയുടെ ഗവൺമെൻറ് ഒന്നും തന്നെ പ്രൈവറ്റ് കമ്പനികളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഈ 1 മില്യൺ പെനാൽറ്റി വരുമെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇതിലോട്ട് മുന്നോട്ട് പോകാനൊരു മടി. പക്ഷേ ഗവൺമെൻറ് ആണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിലെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് ചെയ്യുന്ന ട്രേഡ് നെഗോസിയേഷൻ ഡീലില്ലേ, അത് ഇന്ത്യൻ ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, പീയൂഷ് ഗോയലാണ് പറഞ്ഞിരിക്കുന്നത് ഈ ട്രേഡ് നെഗോസിയേഷൻ അഥവാ ഈ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്, വ്യാപാര കരാറുകൾ എന്ന് പറയുന്നത് എപ്പോഴും ലോങ് ടേം ബേസിസിലായിരിക്കും. അല്ലാതെ അതൊരു ഷോർട്ട് ടേമിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു 4 മാസത്തെ 6 മാസത്തെ എന്തെങ്കിലുമൊക്കെ രാജ്യങ്ങളുടെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടരുടെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലോ അല്ല ട്രേഡ് റിലേഷൻസ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വ്യാപാര കരാറുകളായാലും അതൊരു ഷോർട്ട് ടേം സ്പെക്കുലേഷനിലല്ല ഉണ്ടാക്കേണ്ടത്, അതൊരു ലോങ് ടേം വിഷനിലൂടെയാണ് അത് തീരുമാനിക്കപ്പെടേണ്ടത് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നിർത്തിവെച്ചിരിക്കുന്നത്. അത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലൂടെ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഈ പ്രഷർ, ഈ ഓയിൽ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷർ അഥവാ ഈ ഒരു സാങ്ഷൻ, അതായത് UK എന്താണോ റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് സബ്സിഡൈസ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ യൂറോപ്പിന് സ്പെഷ്യലി ജർമ്മനിക്കൊക്കെ എന്താണോ ആനുകൂല്യങ്ങൾ റോസ്നെഫ്റ്റുമായിട്ടും ഈ ലൂക്ക് ഓയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്, ഹംഗേരിക്ക് എന്താണോ ലൂക്ക് ഓയിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ നൽകിയിരിക്കുന്നത്, ഇതേപോലത്തെ ആനുകൂല്യങ്ങൾ ഇന്ത്യക്കും തരണം എന്നുള്ള നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് നിലപാടെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് യൂറോപ്പിന് എന്താണോ എക്സംഷൻ കൊടുത്തിരിക്കുന്നത് ആ എക്സംഷൻ ഇന്ത്യക്കും വേണം എന്ന തരത്തിൽ വാദിച്ച് നിന്നുകൊണ്ട് അപ്പോൾ അതേ ഒരു ആനുകൂല്യം ഇന്ത്യക്കും കൂടി കിട്ടേണ്ടതാണ് എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം മറ്റുള്ള പ്രൈവറ്റ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ പേടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഡോളർ ഉപയോഗിച്ചുകൊണ്ട് ആരൊക്കെ റോസ്നെഫ്റ്റ് ലൂക്ക് ഓയിൽ നിന്ന് എണ്ണ പർച്ചേസ് ചെയ്യുന്നുണ്ടോ അവർക്ക് മുകളിൽ ഞങ്ങൾ പെനാൽറ്റി കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികൾക്ക് നിങ്ങൾ ചൈനീസ് കറൻസിയിൽ നിങ്ങൾ വാങ്ങിക്കൂ, റൂബിൾ ചൈനീസ് കറൻസിയിൽ ട്രേഡ് നടത്തൂ, ഇന്ത്യ പൊതുവെ കൊടുത്തിരിക്കുന്ന ഉപദേശം. പക്ഷേ ഇതൊക്കെ പ്രൈവറ്റ് കമ്പനികൾ എത്രമാത്രം മുഖവിലേക്ക് എടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇത് പ്രൈവറ്റ് കമ്പനികളാണ്. ഒബ്വിയസ്ലി ഇന്ത്യൻ ഗവൺമെൻറ് എവിടെയും പോയിട്ട് എണ്ണ വാങ്ങിക്കുന്നില്ല. ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനികൾ ടെൻഡർ കൊടുത്ത് അത് മറ്റുള്ള പ്രൈവറ്റ് കമ്പനികളായിട്ടുള്ള ഈ ഷിപ്പിംഗ് കമ്പനികൾ ആ ടെൻഡർ ഏറ്റെടുത്ത് അവരാണ് ഈ ഓയിൽ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ താമര ഇലയിൽ വെള്ളത്തിൻ്റെ ഡ്രോപ്പ് വീഴുന്ന പോലെയാണ് ഈ ഒരു എണ്ണ കച്ചവടം ഇന്ത്യക്കുള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ആ രീതി അത്രയേ ഉള്ളൂ ഇതിനകത്ത് പ്രശ്നങ്ങൾ. കൺക്ലൂഷൻ ആയിട്ട് ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങിക്കുവോ വാങ്ങിക്കില്ലയോ എന്നുള്ള തീരുമാനങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിൽ ഒരു അപ്ഡേറ്റ് തരാത്തത്. മറ്റുള്ളവരെ പോലെ നമ്മൾ സ്പെക്കുലേഷൻസ് പറയാറില്ല ഈ ചാനലിൽ, പ്രഡിക്ഷൻസ്, ജോത്സ്യം ഒന്നും ഇവിടെ നമ്മൾ പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തീരുമാനം വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം നമ്മൾ ഇന്നലെ പറയാത്തത്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ സമ്മർദ്ദത്തിലാണ്. പ്രൈവറ്റ് കമ്പനികൾക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കും, അതുപോലെ അതായത് എണ്ണ വാങ്ങുന്ന പ്രൈവറ്റ് കമ്പനികൾക്ക് ഈ അംബാനി, അദാനി, ഹിന്ദുസ്ഥാൻ ഇതേപോലത്തെ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, ഈ കമ്പനികൾക്കൊക്കെ എന്ത് സൊല്യൂഷനാണ് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കാൻ പോകുന്നത്. അതേസമയം മറ്റേ സൈഡിൽ അമേരിക്കയുമായിട്ട് ഒരു ബാർഗെയിൻ, ഈ ട്രേഡ് ഡീൽ നിർത്തിവെച്ചുകൊണ്ട് നിങ്ങൾ യൂറോപ്പിന് കൊടുത്തിരിക്കുന്ന അതേ മാതൃകയിലുള്ള ഒരു ഇളവ് ഇന്ത്യക്കും വേണം. എന്തുകൊണ്ട് ഇന്ത്യ മാത്രം തനിച്ച് വിടപ്പെടുന്നു എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട്
അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇനി പാകിസ്ഥാന്റെ ഒരു സീക്രട്ട് ഡോക്യുമെന്റ് ലീക്കായി എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഈ പാകിസ്ഥാന്റെ സീക്രട്ട് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഷഹബാസ് ഷെരീഫ് ഒരു കത്ത് എഴുതിയിരിക്കുകയാണ്. മെയ് 1-ാം തീയതി ഈ ഒരു കത്ത് ISIക്ക് എഴുതിയിരിക്കുകയാണ്. എന്താണ് ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ കുറച്ച് പോയിന്റുകൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യക്കുള്ളിൽ ജമ്മു കശ്മീരിൽ പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിയ ആക്രമണം, തീവ്രവാദ ആക്രമണം. ഈ തീവ്രവാദ ആക്രമണം നടക്കുന്നതിന്റെ ഒരു മാസത്തിന് മുമ്പ് ഹമാസ് തീവ്രവാദികൾ, അതായത് ഗാസയിലുള്ള ഹമാസ് സംഘടനയിൽപ്പെട്ട നേതാക്കൾ POK ഭാഗം വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള ജയ്ഷെ മുഹമ്മദ് അഥവാ ലഷ്കർ എന്ന് പറഞ്ഞ 2 സംഘടനകളുടെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ വാർത്ത നമ്മൾ ഇതിനു മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെഹൽഗാം ആക്രമണം തികച്ചും ഇസ്രായേലിലെ ഒക്ടോബർ 7 നടത്തിയ മാതൃകയിൽ ഇന്ത്യക്കുള്ളിൽ കടന്നു കയറി കുറച്ച് ആൾക്കാരെ ബന്ദികളായിട്ട് കൊണ്ടുപോകണം, എന്നിട്ട് കശ്മീർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നെഗോസിയേഷൻ ടേബിളിലേക്ക് ഇന്ത്യയെ വരുത്തണം എന്നായിരുന്നു പ്ലാൻ. ഈ പ്ലാൻ അവർക്ക് പരാജയപ്പെട്ടു. ശരിക്കും കുറെ ആൾക്കാരെ ബന്ദികളാക്കി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതിലുപരിയായിട്ട് അത് കഴിഞ്ഞിട്ട്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ ലഷ്കർ എന്ന് പറഞ്ഞ സംഘടനയുടെ കുറച്ച് ഉന്നത നേതാക്കളും ഈ ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടനയുടെ കുറച്ച് നേതാക്കളും ഈ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ. അപ്പോൾ ഇത് ശരിക്കും റായാണ് പാകിസ്ഥാൻ സംശയമുനയിൽ നിർത്തുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ മൊസാദിനെയും അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ, ഈ പാകിസ്ഥാന്റെ ഇൻഫർമേഷൻസ് ശരിക്കും ഇറാന്റെ ഇന്റലിജൻസിന് നല്ല രീതിയിലുള്ള ബോധ്യമുണ്ട്. പാകിസ്ഥാന്റെ ISIയും ഇറാന്റെ MOIS എന്ന് പറഞ്ഞ ഇറാനിയൻ ഇന്റലിജൻസും തമ്മിലൊരു ലിങ്ക് ഉണ്ട്. അവർ തമ്മിൽ ഈ ഹമാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കൈമാറലുണ്ട്. ഈ ഹമാസിനെ POKയിൽ കൊണ്ടുവന്നതിന്റെ പുറകിൽ ISIയും ഈ MOIS എന്ന് പറഞ്ഞ ഇറാനിയൻ ഇന്റലിജൻസിനെ പങ്കുണ്ട്. കാരണം ഹമാസിന് ഹെഡ് ഓഫീസ് ഉണ്ട് ഇറാന്റെ ഉള്ളിൽ. അപ്പോൾ അവർ തമ്മിൽ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഹമാസ് ലീഡറിന്റെ ഈ ഒരു പദ്ധതി, അതുപോലെ തന്നെ ഈ ഏതൊക്കെ ലീഡറുകളുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്, എന്തെല്ലാമാണ് ഇവരുടെ ഇൻഫർമേഷൻസ് കൈമാറിയതെന്നുള്ളത് ഇറാന്റെ ഇന്റലിജൻസിന് അറിയാം. അപ്പോൾ ഇറാൻ ഇന്റലിജൻസ് പാകിസ്ഥാന്റെ ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന സ്വഭാവ മാറ്റം, പാകിസ്ഥാൻ പല സാഹചര്യങ്ങളിലും ഈ സുന്നി ഷിയ കാർഡിറക്കി കളിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഷിയ രാജ്യമായിട്ടുള്ള ഇറാനിട്ട് പണി കൊടുക്കാൻ ഒരുങ്ങുന്ന പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ എന്താണ് എപ്പോഴും അമേരിക്കയുമായിട്ട് ചേരുക, അതേപോലെ പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളിൽ മറ്റുള്ള സുന്നി വിഭാഗങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ഷിയാക്കളെ പരമാവധി മാറ്റി നിർത്തുക, ഈ രീതിയിലുള്ള ചില ഡിപ്ലോമാറ്റിക് കളികൾ പാകിസ്ഥാൻ കളിക്കാറുണ്ട്. ഇറാന്റെ ഇന്റലിജൻസ് അവരുടെ പക്കലുള്ള കുറെ ഇൻഫർമേഷൻസ് റോയ്ക്ക് കൈമാറിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതായത് ഇന്ത്യൻ ഇന്റലിജൻസിന് കൈമാറിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇന്റലിജൻസ് ആ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രഹസ്യ കൊലപാതകങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്തുന്നത് എന്നാണ് ഈ കത്ത് പറയുന്നത്. ഇറാന്റെ ഇന്റലിജൻസ് ചോരുന്നതിലൂടെ ഇന്ത്യൻ ഇന്റലിജൻസ് മൊസാദിന് ഇൻഫർമേഷൻ കൈമാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൊസാദിന് കൈമാറുന്നതോടുകൂടി മൊസാദിന് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹമാസിന്റെ നേതാക്കൾ, ഹമാസിന്റെ ഉന്നത നേതാക്കൾ എവിടെയൊക്കെ താമസിച്ചിരിക്കുന്നു, അവരുടെ ലൊക്കേഷൻസ് ഒക്കെ എവിടെയാണ്, അതുപോലെ തന്നെ ഈ ലെബനാന്റെ ഭാഗത്ത് ലീഡ് ചെയ്യുന്ന ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്. അപ്പൊ അങ്ങനെ അൽഖാസിം ബ്രിഗേഡ് എന്ന് പറഞ്ഞ ബ്രിഗേഡിന്റെ ഒരു ഓപ്പറേറ്റീവിനെയൊക്കെ ലെബനാനിൽ വെച്ചിട്ട് ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ മൊസാദിന്റെ ഇൻഫർമേഷൻ സീക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ ഓടുന്ന കാറിൽ ഈ കാർ നമ്പർ വരെ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് മൊസാദ് ഓപ്പറേഷൻ നടത്തുന്നത്. അത് ഇന്ന കാറിന്റെ ഉള്ളിൽ ഇന്ന ആൾ സഞ്ചരിക്കുന്നുള്ളത് കൃത്യമായിട്ട് അറിയണമല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഈ രീതിയിലാണ് അവർ കളക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കത്താണ് ISIക്ക് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് എഴുതിയിരിക്കുന്നത്. ഇത് മെയ് 1-ാം തീയതിയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ എൻറ്റയർ റീഡിങ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബാക്ക് ആൻഡ് ഫോർത്തിൽ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ എന്താണ് പറയുന്നത് പറഞ്ഞാൽ, ISI നിങ്ങൾ ഇറാനിയൻ ഇന്റലിജൻസുമായിട്ട് ഒരു ഇൻഫർമേഷൻസും ഷെയർ ചെയ്യരുത്, ഇറാനിയൻ ഇന്റലിജൻസുമായിട്ട് മാത്രമല്ല CIA-യുമായിട്ടും ഷെയർ ചെയ്യരുതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് ISI നിങ്ങൾ അടക്കി വായിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് തന്നെയാണ് ദോഷം ചെയ്യുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് പുള്ളിക്കാരൻ കൊടുത്തതായിട്ടുള്ള ആ ഒരു കത്താണ് ലീക്കായിരിക്കുന്നത്. ചൈനയിൽ വെച്ചിട്ട് പ്രൈം മിനിസ്റ്റർ മോദിയെ വധിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലോട്ട് നടന്നതായിട്ടുള്ള വാർത്തകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൈം മിനിസ്റ്ററിന്റെ അസാസിനേഷൻ പ്ലാനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മൊസാദാണ് കൈമാറിയതായിട്ടുള്ള വാർത്തകളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് റോയ്ക്ക് മൊസാദ് കൈമാറിയതായിട്ടും റോ ആണ് പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ വക ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനാണ് ഇപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം കൂടി മൊസാദും റോയും കൂടെ ചേർന്നിട്ട് തടഞ്ഞതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പൊതുവിൽ വരുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ തെളിവൊന്നും ചോദിക്കരുത് കേട്ടോ. ഇപ്പോൾ ആകെ കൂടി കിട്ടിയ തെളിവെന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് എഴുതിയ ഒരു കത്ത്, അതാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് തെളിവായിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്ന മുറയ്ക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ നേതാക്കളുമായിട്ട് പാകിസ്ഥാൻ ഒരു ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ച എന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് പോകുന്ന വെള്ളം തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയാണ്. പാകിസ്ഥാന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്, പാകിസ്ഥാന്റെ ലാൻഡിന് അവകാശം പറയാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനെ പറഞ്ഞേക്കുന്നു എന്നുള്ള വാദമാണ് അവർക്കുള്ളത്. അപ്പോൾ ഖ്വാജ ആസിഫ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ
യുദ്ധത്തിന്റെ വാതിലുകൾ തുറക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ചർച്ച പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഇന്നലെ ഇതിന് തൊട്ട് മുമ്പ് ഇട്ട വാർത്തയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാന്റെ ഒരു ആർമി ഉദ്യോഗസ്ഥൻ പോയി ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തിനെക്കുറിച്ചുള്ള സൂചനയാണ്, എന്ത് മെസ്സേജാണ് അവർ ബംഗ്ലാദേശിലേക്ക് കൊടുക്കുന്നത് പറഞ്ഞാൽ, ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ വെച്ച് കളിക്കുമ്പോൾ ഞങ്ങൾ ബംഗ്ലാദേശിനെ വെച്ച് കളിക്കാം എന്നുള്ള ഒരു ബദൽ മാർഗമാണ് പാകിസ്ഥാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന പറഞ്ഞാൽ ബംഗ്ലാദേശിനെ അവർ പറയുകയാണ് അസാം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ബംഗ്ലാദേശിന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവകാശം പറഞ്ഞിട്ട് ഇന്ത്യയുമായിട്ട് കൊമ്പ് കോർക്കണം. ഇതാണ് മെസ്സേജ്. അപ്പോൾ അവിടെ പോയ പാകിസ്ഥാന്റെ ആ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന് ഒരു മാപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ആ മാപ്പിൽ ഈ അസാമിന്റെ പോർഷനൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കാണിച്ചിട്ടാണ് അവരുടെ ചർച്ചയും കാര്യങ്ങളും. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ പോയിരിക്കുകയാണ്. അവരുടെ നിലവിൽ എയർപോർട്ടിലെ കാർഗോ വിങ് ഒക്കെ കത്തി നശിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അവിടെ പല കമ്പനികളും ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റുകൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പല രീതിയിൽ എക്കണോമിക് ക്രൈസിസിലൂടെ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ അവർക്ക് ഈ രീതിയിൽ ഇന്ത്യയെ എതിർത്തുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണോ പാകിസ്ഥാനെ എതിർത്ത് നിൽക്കുന്നത്, അതിന് അവർക്കൊരു സോളിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. അവരുടെ ബോർഡർ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്ന അഫ്ഗാൻ റെഫ്യൂജികൾ, അവിടെ അങ്ങനെ വലിയൊരു റീസൺ ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇപ്പുറത്ത് നിങ്ങൾ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റീസൺ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ബംഗ്ലാദേശ് ഇന്ത്യയെ ചൊറിഞ്ഞ് പണി മേടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട്ഫുൾ ആണ്. പാകിസ്ഥാൻ ഈ രീതിയിലാണ് ചെസ് ബോർഡിലെ കോയിൻസ് നീക്കുന്നത്. പക്ഷെ അത് വിജയകരമായി മുന്നോട്ട് പോവില്ല, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ടെൻഷൻ റൈസ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് നമ്മൾ ഈ സർ ക്രീക്ക് ആ ഒരു ഏരിയയിൽ നമ്മൾ നടത്തുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും 3 രാജ്യങ്ങൾ തമ്മിൽ ഒരു ടെൻസ്ഡ് മൊമെന്റ് ക്രിയേറ്റ് ആയി വരികയാണ്, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കി കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻസ് മൊത്തത്തിൽ പേടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് റഷ്യയുടെ ഫണ്ട് അവർക്ക് സീസ് ചെയ്യാൻ പറ്റാത്തത്. അതായത് ഇത്രത്തോളം വീരവാദം മുഴക്കുന്ന റഷ്യ തോറ്റുകൊണ്ടിരിക്കുന്നതൊക്കെ പറയുന്ന ആൾക്കാർ റഷ്യയുടെ ഫണ്ട് അവരുടെ കയ്യിലാണല്ലോ ഉള്ളത്, അവരത് സീസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. സീസ് ചെയ്യാന്നുള്ളതിലുപരി അവർ ആ ഫണ്ട് എടുത്ത് ഉക്രൈന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ജോർജിയ മെലോണി പറഞ്ഞത് അത് നല്ല പരിപാടിയല്ല, നമ്മൾ ചെയ്യുന്നത് ഇത് പിന്നീട് നമ്മളെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളതാണ് ജോർജിയ മെലോണി അഭിപ്രായപ്പെട്ടത്. അതേപോലെ ബെൽജിയം പറഞ്ഞത് ഈ റഷ്യയുടെ മെജോറിറ്റി ഫണ്ട് ഉള്ളത് ബെൽജിയത്തിന്റെ കയ്യിലാണ്. അപ്പോൾ ബെൽജിയം ചോദിക്കുന്നത് നിങ്ങൾ ഈ ഫണ്ട് എടുത്ത് യൂസ് ചെയ്യാൻ തയ്യാറാണ്, ശരി ഞാൻ ഓക്കെ പറയുന്നുണ്ട്, പക്ഷേ തിരിച്ച് റഷ്യ പല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ബെൽജിയത്തിനോടൊപ്പം നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് യൂറോപ്യൻ യൂണിയനിൽ ഒറ്റ മനുഷ്യന്മാർ പോലും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. അതായത് അവരുടെ ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ അവർക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഫണ്ട് എടുത്ത് ഉപയോഗിക്കുന്ന വെച്ചോ, റഷ്യ ഒരു ബോംബ് എടുത്ത് ബെൽജിയത്തിന് മേളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇന്നലെയാണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലൊക്കെ റഷ്യ പരീക്ഷിച്ചിരിക്കുകയാണ്. ന്യൂക്ലിയർ പവേർഡ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലൊക്കെ റഷ്യ പരീക്ഷണം നടത്തിയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആർട്ടിക് റീജിയനിൽ റഷ്യ ഒരു സബ്മറൈൻ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതും ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക് റീജിയനിൽ ഇപ്പോൾ ഒരു ടെൻഷൻ. ഈ ആർട്ടിക് റീജിയൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, അവിടെയാണ് നാറ്റോ രാജ്യങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. എനിക്ക് തോന്നുന്നത് റഷ്യ ശരിക്കും മാസീവ് ആയിട്ടുള്ള ഒരു ആക്രമണം ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തിന്റെ മേളിൽ നടത്തി കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷത്തിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ റഷ്യ ആണെങ്കിൽ നിങ്ങളാണ് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഇപ്പോൾ ട്രംപ് ആണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രംപ് ഒരു ഫോൺ കോൾ വിളിച്ച് റഷ്യൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞത് ഹംഗറിയിൽ വെച്ചിട്ട് ചർച്ച നടത്താമെന്നാണ്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. ചർച്ച നടത്താൻ തയ്യാറല്ല എന്നും കൂടി പറയുന്നുണ്ട് പുള്ളിക്ക് തന്നെ സ്ഥായിയായിട്ടുള്ള നിലപാടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത്. പുള്ളി ഇപ്പം ആസിയാൻ സബ്മീറ്റിലേക്ക് ഭയങ്കര ആഘോഷങ്ങളാണ്, തായ്ലാൻഡുമായിട്ട് സംസാരിക്കുന്നുണ്ട്. തായ്ലാൻഡ് കംബോഡിയ ഇഷ്യൂ അവിടെ സമാധാനത്തിന്റെ ദൂതനായിട്ട് ട്രംപ് അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതായത് തായ്ലാൻഡ് കംബോഡിയ ഇഷ്യൂ ഒക്കെ പണ്ടേ തീർന്നതാണല്ലോ. പിന്നെ ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഇപ്പം ആസിയാൻ സബ്മീറ്റിൽ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. എത്ര സില്ലി ആയിട്ടുള്ള ബിഹേവിയർ ആണെന്ന് നോക്കൂ. നിലവിലെ കറന്റ് ആയിട്ടുള്ള ഈവൻസ് എത്രയോ ഉണ്ട്, അതെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിലുപരിയായിട്ട് എന്നോ നിർത്തിവെച്ചു എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന തായ്ലാൻഡ് കംബോഡിയ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ ലൈംലൈറ്റിൽ കൊണ്ടുവന്ന് ചർച്ച നടത്തി ഈ ഒരു വിഷയത്തെ കൊണ്ടുവന്ന് ഏഷ്യൻ സൈഡിൽ ഒരു സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതായത് ആ ഒരു ഷോയിലെ സ്റ്റാർ ആവണം, അതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കിക്കഴിഞ്ഞാൽ റഷ്യ അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ അതിനെതിരെ റിറ്റാലിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉക്രൈൻ്റെ കയ്യിൽ ഡ്രോൺ ആണല്ലോ ഉള്ളത്. അപ്പോൾ 50 ഡ്രോണുകൾ ഇന്നലെ രാത്രി മോസ്കോയെ നോക്കി വിക്ഷേപിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. മോസ്കോയിൽ പല സ്ഥലങ്ങളിലും ഈ ഡ്രോൺ പതിച്ചിട്ടുണ്ട്. പലതിനെയും അടിച്ചു വീഴ്ത്താൻ റഷ്യ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചിലതൊക്കെ പതിച്ചിട്ടുണ്ട്, അപകടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ തൽക്കാലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്സ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.